ഹായ് ഓൾ. അപ്പൊ ഞങ്ങളുടെ അടുത്തുള്ള ഒരു അമ്പലത്തിൽ അഖണ്ഡനാമാണ് കേട്ടോ. അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് പോവാണ്. നാളെ കോട്ടയ്ക്ക് പോവാണ്ട്, എന്നോട് കുറേ അടിക്കാനുണ്ട്. അപ്പൊ അതൊക്കെ ആയിട്ട് പോകണം. അപ്പൊ അതുകൊണ്ട് തന്നെ നേരെ വൈകി പോയിട്ടോ അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പൊ കുറച്ചു നേരമൊക്കെ അടിച്ച് ഇനി വേഗം അമ്പലത്തിലേക്ക് പോവാൻ വിചാരിച്ചു. ഉച്ചക്കത്തെ ഭക്ഷണം അമ്പലത്തിൽ നിന്ന് ആക്കാന്ന് വിചാരിച്ചിട്ടോ. ചവിട്ടടെ നടക്കുന്നുണ്ട്. ഫ്രണ്ടിൽ നിന്ന് നോക്കിയപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഞാൻ ബാക്ക് കൂടിയാണ് കേട്ടോ കയറിയത്. അവിടെ എത്തിയപ്പോൾ നല്ല തിരക്കാണ്, ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. ഇതൊക്കെ ഭക്ഷണത്തിനുള്ള വരിയാണ്. തിരിഞ്ഞും മറിഞ്ഞും ഈ വരിയുടെ അറ്റം എവിടെയാണ് കിടക്കണമെന്ന് ഒരു ഐഡിയ ഇല്ലായിരുന്നു, രണ്ടറ്റവും. അങ്ങനെ ഞാനിത് കുറേ ഈ വരി കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാനും അമ്പാടിയും കൂടി നടന്നു നോക്കിയിട്ടാ. അപ്പോഴാണ് എൻ്റെ രണ്ട് ഫ്രണ്ട്സിനെ കണ്ടത്. ഞാൻ അവരെ ഇടയിൽ നെല്ലാണ്ട് കയറിയിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ സ്ഥലം കിട്ടി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരാൾ വന്നിട്ട് പറഞ്ഞു, കുട്ടികളായിട്ടുള്ളവരൊക്കെ മുന്നിലേക്ക് വന്നോളൂ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഞങ്ങളെ വലിച്ചുകൊണ്ട് പോയിട്ടോ. അപ്പോൾ അത് ഞങ്ങൾ ഫുഡൊക്കെ കിട്ടി. നല്ല സദ്യയായിരുന്നു കേട്ടോ. പായസവും അതുപോലെ തന്നെ ചോറും സാമ്പാറും ഒക്കെ ഉള്ള നല്ലൊരു ഫുഡായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് ഞങ്ങളിതാ കുറച്ച് നേരം കൂടി ചവിട്ടൊക്കെ കണ്ട് നിന്നു കേട്ടോ. പിന്നെ പെട്ടെന്ന് പോകുന്നു. ഇനി രാത്രി ഏട്ടനെയും കൂട്ടി വരണം. അപ്പോൾ രാത്രിയാണ് കാണാൻ രസം ഉണ്ടാവുക. അയ്യപ്പന്മാരും മാളികപ്പുറമൊക്കെ കൂടി കുറേ ആൾക്കാരുണ്ടാവും. അവരെ ചവിട്ടൊക്കെ കാണാൻ നല്ല രസമാണ് രാത്രിയിൽ. അപ്പോൾ രാത്രിയിലുള്ള വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും കേട്ടോ. കുറച്ച് നേരമൊക്കെ കണ്ടു നിന്ന് ഞങ്ങൾ പോകുന്നു കേട്ടോ. അപ്പോൾ ഇതാ വൈകുന്നേരം ഏട്ടനൊക്കെ പണി കഴിഞ്ഞ് വന്നിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും കൂടി അമ്പലത്തേക്ക് പോവുകയാണ് കേട്ടോ. ഇനിയാണ് കാണാൻ രസം ഉണ്ടാവുക. അപ്പോൾ അവിടെ എത്തിയിട്ട് ഞാൻ വീഡിയോസൊക്കെ കാണിച്ചു തരാം കേട്ടോ. എങ്ങനെയാണെന്നുള്ളതൊക്കെ നല്ല രസമാണ് കാണാൻ. അപ്പോൾ നമ്മൾ അമ്പലത്തിൽ നിന്ന് കാണാം കേട്ടോ. സദാനന്ദ കരുഭാഭൂതദയാപര രക്ഷ മഹാബാഹോ. നല്ല രസമാണ് ഇവരെ ഈ ചവിട്ട് കാണാൻ. കാരണം അങ്ങനെ സ്ലോന്ന് ഇങ്ങനെ ഭയങ്കര സ്പീഡിക്ക് ഈ മാളികപ്പുറം, കുഞ്ഞു കുഞ്ഞു മാളികപ്പുറങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ. എനിക്ക് കാണാൻ കഴിയണ്ട, എനിക്കറിയില്ല. അയ്യപ്പനും മാളികപ്പുറങ്ങളും അയ്യപ്പന്മാരൊക്കെ കൂടി ഭയങ്കര കളിയായിരുന്നു കേട്ടോ. മെല്ലെ അങ്ങനെ തുടങ്ങിയിട്ട് പിന്നെ സ്പീഡിൽ വരുന്ന കാണാൻ നല്ല രസമായിരുന്നു. പിന്നെ അതിൻ്റെ സെൻറ്ററിൽ നിൽക്കുന്ന അപ്പൂസാണ് കേട്ടോ. ഇപ്രാവശ്യം ഈ ഒരു ചവിട്ടിൽ അപ്പൂസാണ് ഉള്ളിലേക്ക് കയറിയത്. ചെറിയ കുട്ടിയാട്ടോ.